ദുർബലനാണ്. അഹാദീസ് മുൻകർ, മുൻകറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. മാത്രമല്ല സഅദ് ബിൻ സൈദ് റാവി അമറിനെ കുറിച്ച് പറയുന്നു ഫീഹി ളുഅഫൻ, അദ്ദേഹത്തിൽ ദുർബലതയുണ്ട്. യഹ്യ ബിൻ സഈദ് പറഞ്ഞു ലഈഫാണ്. സഅദ് പറഞ്ഞു യുളഇഫുന ഹദീസഹു, അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദുർബലമായി എണ്ണപ്പെടും. കണ്ടോ, ഒരു ദുർബലമായ വാറോല, ഒരു ദുർബലമായ വാറോല അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അഥവാ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നതിന് തെളിവായി ഉദ്ധരിച്ചത് ഖുർആനല്ല, പ്രവാചകന്റെ ഹദീസല്ല, മറിച്ച് പിൽക്കാലത്ത് സംഭവിച്ച സംഭവത്തെ, അതും ദുർബലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ മടിയില്ലാത്ത ആളുകൾക്ക് പിന്നെ പിൽക്കാലത്തെ ആളുകളുടെ പേരിൽ കളവ് പറയാൻ വല്ല മടിയുണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാലത്തൊന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചതായി നമ്മൾ കാണുന്നില്ല. ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്യുക ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൻ അഹബ്ബ സുന്നതി മൻ അഹബ്ബനി ഫൽയസ്തന്ന ബിസുന്നതി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ എന്റെ ജീവിത ചര്യയാക്കി തീർക്കട്ടെ എന്ന്. പ്രവാചകന്റെ ചര്യ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കലും അതിനുവേണ്ടി പ്രത്യേകം നമസ്കാരം നിർവഹിക്കലുമായിരുന്നു എന്നാണ്. കണ്ടോ, ഇങ്ങനെ മുജാഹിദുകളുടെ പേരിൽ ഓരോരോ തട്ടിപ്പ്. ഇനി മറ്റൊരു തട്ടിപ്പ് കണ്ടോ. മറ്റൊന്ന്, മുജാഹിദുകളും ഈ പ്രസ്ഥാനവും തമ്മിലുള്ള ശക്തമായി നിൽക്കുന്ന ഒരു തർക്ക വിഷയമാണല്ലോ തവസ്സുൽ. ഇവര് പറയാറുള്ളത് മുജാഹിദുകൾ തവസ്സുലിന് തീരെ എതിരാണ്. മുജാഹിദുകൾ തവസ്സുൽ ശിർക്കാണെന്ന് പറഞ്ഞവരാണ്. മനസ്സിലായോ? മുജാഹിദുകൾക്കറിയാം മുജാഹിദുകൾ എന്തേ പറഞ്ഞ തവസ്സുലിനെ കുറിച്ച്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ കക്കുംപടി മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ അതേ ഗ്രൂപ്പിൽപ്പെട്ട ആള് തന്നെ അദ്ദേഹം പറഞ്ഞൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. എന്താ തവസ്സുലിനെ കുറിച്ച് പറയുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യമായി കൊണ്ട് പറഞ്ഞ, അല്ലാഹു തആല മഹത്വം കൽപ്പിച്ച ഒരു കാര്യത്തെ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവേ നീ മഹത്വം കൽപ്പിച്ച, നീ പുണ്യമാണെന്ന് പറഞ്ഞ ആ കാര്യത്തെ ഞാനിതാ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാനിതാ നീ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയെ എന്റെ ദുആനെ സ്വീകരിക്കണേ. ഇതാണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പക്ഷേ മഹാന്മാരാകുന്ന ആളുകളാവാം. മുഹീദ്ദീൻ ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ നീ മുഹീദ്ദീൻ ശൈഖിനെ ആദരിച്ചിരിക്കുന്നു, നീ മുഹീദ്ദീൻ ശൈഖിന് മഹത്വം നൽകിയിരിക്കുന്നു, നിന്റെ വലിയാണെന്നതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന് ശരീഅത്ത് മഹത്വം കൽപ്പിച്ചിരിക്കുന്നു. ആ ശരീഅത്ത് മഹത്വം കൽപ്പിച്ച, അല്ലാഹു തആല മഹത്വം കൽപ്പിച്ച ആ മുഹീദ്ദീൻ ശൈഖിന്റെ ആ വലിയുടെ മഹത്വം അല്ലാഹുവേ ഞാനും അംഗീകരിക്കുന്നു, നീ സ്നേഹിക്കുന്ന ആളെ ഞാനും സ്നേഹിക്കുന്നു, അതുകൊണ്ട് പടച്ചോനെ എന്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ചു തരണം. ഇതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് നാം തവസ്സുലാക്കുമ്പോ നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, രണ്ട് തവസ്സുലും കൂടെ കൂട്ടിച്ചേർത്തു. കണ്ടോ, സുന്നത്തായ തവസ്സുലിനെയും ബിദ്അത്തായ തവസ്സുലിനെയും കൂടി കൂട്ടിച്ചേർത്തു. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടി പറയാ തവസ്സുൽ ഇവർ മൊത്തത്തിൽ എതിർക്കാണ്, നമ്മൾ തവസ്സുൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തവസ്സുലുണ്ട്, മുജാഹിദുകൾക്കെതിരില്ല, മുജാഹിദുകൾ എതിർക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തവസ്സുലുണ്ട്, നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്ര സംഭവം പറയുന്നു. കഴിഞ്ഞുപോയ സമുദായത്തിലെ മൂന്ന് ആളുകൾ അവർ യാത്ര പോകുന്ന സമയത്ത് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മഴ വരികയും പ്രയാസമുണ്ടായപ്പോൾ പെട്ടെന്ന് അവർ ഗുഹയിൽ കയറി അഭയം തേടുന്നു. ആ ഗുഹയുടെ കവാടം മുകളിൽ നിന്നൊരു കല്ല് വന്നു വീണ് അടഞ്ഞു പോകുന്നു. ആ ഗുഹയിൽ കുടുങ്ങിപ്പോയ ആ മൂന്നാളുകൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്തു പോയ സുഹൃത പ്രവർത്തനങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്ന് പേരും അവർ ചെയ്ത പുണ്യകർമ്മങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നാഥാ ഞാനിങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ട്, അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോരുത്തർ പ്രാർത്ഥിച്ചപ്പോഴും കല്ല് അല്പമായി നീങ്ങി മൂന്ന് പേർക്കും പുറത്തു കടക്കാവുന്ന അവസ്ഥ ഉണ്ടായി എന്ന് അതേ അല്ലാഹുവിനോട്
താൻ ചെയ്ത സുഹൃത പ്രവർത്തനങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട്, താൻ ചെയ്തു പോയ നല്ല കർമ്മങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന തവസ്സുൽ ഒന്നാമത്തത്, ആ തവസ്സുൽ അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ഇനി രണ്ടാമത്തെ ഒരു തവസ്സുലുണ്ട്. അള്ളാഹുവിന്റെ ഉന്നതമായ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ചോദിക്കുന്നു അള്ളാഹുവിനോട്, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫത്ത്, അവന്റെ അസ്മാ, അതെടുത്തുദ്ധരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് തന്റെ ആവശ്യ പൂർത്തീകരണം പറയൽ തവസ്സുല് രണ്ടാമത്തത്. മൂന്നാമത്തൊരു തവസ്സുലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. ഒരു സഹോദരനെ കണ്ടുമുട്ടി സലാം പറഞ്ഞിട്ട് പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയും, സഹോദരാ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, സഹോദരാ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. അദ്ദേഹവും പറയും, താങ്കളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ സമയത്ത് പിന്നീട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയുന്നു, പടച്ചവനെ, എന്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അതേ പരസ്പരം ദുആ കൊണ്ടുള്ള വസിയ്യത്ത്, അത് തവസ്സുലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 3 തവസ്സുലാണ് സുന്നത്തായ തവസ്സുലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാണ് ആ തവസ്സുല്, മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം അവർ ചെയ്യുന്ന തവസ്സുല് കൂടി ഇതിന്റെ ഗണത്തിലേക്ക് കുത്തിക്കടത്തിയിട്ട് എല്ലാം ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം, അതേ പലപ്പോഴും ചെയ്യാറുള്ള ശ്രമം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത തവസ്സുലിൽ ഒരിടത്ത് പോലും നമുക്കിത് കാണാൻ കഴിയുന്നില്ല. ഒരിടത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനത്തെ ഒരു തവസ്സുൽ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തവസ്സുല് ഈ പറഞ്ഞ തവസ്സുലുകളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിന് ഓരോ കർമ്മങ്ങളും പഠിപ്പിച്ചെന്നല്ലോ. ആ പഠിപ്പിച്ചെന്ന കർമ്മങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, മുജാഹിദുകളുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ്, മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മുജാഹിദുകൾ ദിക്ർ ചെല്ലാറില്ല എന്ന് പറഞ്ഞാൽ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറില്ല. അതിനെ പലപ്പോഴും ആളുകൾ എതിർക്കാറുണ്ട്. കണ്ടോ ഇവരെ മയ്യത്ത് കൊണ്ടുപോണ കോലം കണ്ടില്ലേ, മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടുപോണതാണോ ഈ കാണുന്നത്? മുജാഹിദുകൾ പറഞ്ഞു, സഹോദരങ്ങളെ, സലഫു സാലിഹികളുടെ മാർഗം എന്തായിരുന്നു? പ്രധാനപ്പെട്ട മാർഗം എന്തായിരുന്നു? മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സുഖൂത്തോടു കൂടി മിണ്ടാതെ പോവുകയാണ് വേണ്ടത്. മരണം ചിന്തിച്ച് ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ മുജാഹിദുകളെ ചീത്ത വിളിച്ചു. അതേ സമയത്ത് ഇവിടെ പ്രസംഗിച്ച സഹോദരന്റെ ആ സമസ്തയിൽപ്പെട്ട തന്നെ, ഔദ്യോഗിക സമസ്തയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, നോക്കൂ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം, കണ്ടു നോക്കൂ നിങ്ങൾ ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹ്യങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാരെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക്
മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട, വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാകാന അലൈഹി സലഫു, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയും. അപ്പം യഥാർത്ഥത്തിൽ സലഫ് സാലിഹ്യങ്ങളുടെ മാർഗം എന്താ? ഇന്ന് ചിരിച്ചു പോണോ നിങ്ങൾ പറയണേ? ചിരിച്ചു പോകുന്ന ആരാ? ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോകുമ്പോൾ കൂടെ പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ചിരിച്ചെന്ന് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദ് പള്ളിയുടെ അടുത്ത് വന്നാൽ പിന്നെ മുദ്രാവാക്യത്തിന്റെ ശബ്ദം കൂടും. കണ്ടോ? അത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ചിരിച്ചൊന്നിരിക്കും. പക്ഷേ സ്വഹാബത്തും സലഫ് സാലിഹുകളും പോയത് എങ്ങനെയാ പോയത്? മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ലേ പോയത്. മുജാഹിദികൾ പറഞ്ഞപ്പോ മുജാഹിദികളെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ച, കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ മയ്യത്ത് കൊണ്ടുപോകുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സമുദായത്തിന്റെ ആധുനിക പണ്ഡിതന്മാര് പ്രഖ്യാപിക്കുന്നു, സഹോദരങ്ങളെ, ഇമാം നബവി റഹ്മഹുല്ല തന്നെ വളരെ വ്യക്തമായി പറയുന്നു, അതെ, കൊണ്ടുപോകേണ്ടത് മിണ്ടാതെയാണ്. ഖിയാമത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോകേണ്ടത് എന്നല്ലേ. അതേ, മുദ്രാവാക്യം വിളിക്കേണ്ടതല്ല, ഉച്ചയുണ്ടാക്കേണ്ടതല്ല. സുക്കൂത്താണ് ഹാലു ശൈരി അസ്സുക്കൂത്ത്. ആ നടത്തത്തിന്റെ സമയത്ത് മിണ്ടാതെ പോകണമെന്നല്ലേ. ഇത് മുജാഹിദുകളുടെ പേരിൽ വലിയ ഒരു ആക്ഷേപമായി ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞതല്ലേ. പക്ഷേ ഇന്നിതാ നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നു. അതേ സലഫികളെ, നിങ്ങൾ പറഞ്ഞതാ ശരി, സലഫുകൾ കാണിച്ചത് അങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ മുജാഹിദുകളുടെ പ്രവർത്തനത്തിൽ ഇതാ പിൽക്കാലത്ത് പണ്ഡിതന്മാർക്ക് വരുന്നു. സഹോദരങ്ങളെ, എത്രയെത്ര തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയാലും, എത്രയെത്ര ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും, പക്ഷേ നിങ്ങൾ അറിയേണ്ടതാണ്, സത്യം അവസാനം പുറത്തു വരുന്നതാണ്. എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും. നിങ്ങൾ കേൾക്കണോ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അടുത്ത് ഞാൻ പറയാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നോളാം. എന്താ കാര്യം? ഇവിടെ പ്രസംഗിച്ച ആള് വല്ലാത്ത തിരുമറികൾ നടത്തി. ക്ലിപ്പിൽ തിരുമറി നടത്തുക. കിതാബിലെ തിരുമറി പോട്ടെ, കിതാബിലെ തിരുമറി, ഖുർആനിൽ തിരുമറി, ഹദീസിൽ തിരുമറി, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ക്ലിപ്പിലും തിരുമറി. നിങ്ങൾ കണ്ടോ? മുജാഹിദികൾ പറയാണ്, മുജാഹിദികൾ ഇനിയിപ്പോ നിലനിൽക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. പിശാചിന്റെ ശല്യം മൂത്തിട്ട് മുജാഹിദികൾ ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. മുജാഹിദികൾ പറയുന്നു, ഇനി നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തേക്ക് പോവുക, തങ്ങന്മാരുടെ അടുത്തോ ബിയുമാരുടെ അടുത്തോ പോകണോ എന്ന് പറയുന്നു. എന്ന് ഇതാ ഇവിടെ പ്രസംഗിച്ച അതേ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറയും. നിങ്ങൾ കേട്ടു നോക്ക്. നമ്മൾ രോഗവുമായിട്ട് ഡോക്ടർക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇത് ഞങ്ങൾ മാറ്റം മാറുന്ന രോഗമല്ല, നിങ്ങളെ വല്ല ആൾക്കാരുണ്ടോ അവരുടെ അടുത്ത് പോയിക്കോളി. കേട്ടുണ്ടങ്ങനെ? ആരോട് ചോദിക്കണത്? നമ്മോടല്ല, ഇടത്തനാട്ടുള്ള മുജാഹിദോട് ചോദിക്കണേ. കേട്ടുണ്ടങ്ങനെ? ചോദിക്കട്ടെ. ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിന്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും ഡോക്ടർമാര്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരെ പറയുന്നു, വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാര്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് വരെ പറയും, മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുണ്ടോ അവർക്ക് കൊണ്ടുപോയിക്കോളി, പാണക്കാട്ടിക്ക് പോയിക്കോളി. പറയുന്നാരാ? ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു, ചങ്ങന്മാരത്തേക്ക് പോകണം. നിങ്ങളുടെ പരിപാടി ഇവിടെ കൃത്യമായിട്ട് നടക്കുക, അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പരിപാടി നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, പെർമിഷനും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ കൃത്യമായി പരിശോധിക്കും. ഇവിടെ നോക്ക്, ഇദ്ദേഹം ഇവിടെ ശ്രദ്ധിക്കും, നിങ്ങൾ സഹോദരങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ച ആള് കൃത്യമായും തിരുമറി നടത്തിയിരിക്കുന്നു. ക്ലിപ്പിൽ കൃത്യമായി തിരുമറി നടത്തിയിരിക്കുക. എന്താ തിരുമറി നടത്തിയത്? കൃത്യമായ തിരുമറിയല്ലേ അദ്ദേഹം നടത്തിയത്. മുജാഹിദികൾ പറയുന്നു, തങ്ങന്മാരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് ചെല്ല്, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെല്ലൂ എന്ന് മുജാഹിദികൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ശരിയായ പ്രവർത്തനാണോ അത്? ശരിയായ പ്രവർത്തനാണോ? സത്യം പറയുമ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഹാലിളകുന്നത്?
സത്യം പറയുമ്പോൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾ നോക്ക്, മുജാഹിദുകളുടെ പേരിൽ വലിയ ഒരു തിരിമറി നടത്തി, ക്ലിപ്പിൽ തിരിമറി നടത്തുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടത്തിയ അതേ അവസ്ഥകൾ തന്നെ വീണ്ടും നടത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി അടുത്ത് നിങ്ങൾ നോക്ക്. ഈ ക്ലിപ്പ് തീർന്നിട്ടില്ല. ഈ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മുജാഹിദുകൾ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? തങ്ങന്മാരുടെ അടുത്ത് പോകാനാണോ, ബീവിമാരുടെ അടുത്ത് പോകാനാണോ? കേട്ടു നോക്കേണ്ട ബാക്കി എന്താണ് എന്ന്. ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന സ്വഭാവം. അടുത്ത് നിങ്ങൾ കേട്ടു നോക്ക്, അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്. ആരിസ് ബിൻ സലീം എന്ന പണ്ഡിതൻ, മുജാഹിദ് പണ്ഡിതൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്ക്. സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെത്തി ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാർ പറയും. വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റുമോ? എന്താ നമ്മൾ കാട്ടുക? ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറൂല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരത്ത് പോയിക്കോളി. നമുക്ക് പോകാൻ പറ്റുമോ? എന്താ നമ്മൾ കാട്ടുക? കണ്ടോ, നമ്മൾക്ക് പോകാൻ പറ്റുമോ? പറ്റുകയില്ല. നമ്മൾക്ക് പോകാൻ പറ്റൂല. കാരണം അള്ളാഹുവിലേക്ക് മാത്രമാണ് പോകേണ്ടത് എന്ന്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന്, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദുകൾക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? പോകാൻ കഴിയില്ല എന്ന ആ ക്ലിപ്പിൽ തിരുമറി നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പ്രസംഗിച്ച ആള് തന്നെ, ഇവിടെ പ്രസംഗിച്ച കക്കുംപടി അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, പോകാമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്. സഹോദരങ്ങളെ, കിതാബിൽ തിരുമറി നടത്തുന്നു, കളവുകൾ ജൽപ്പിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാണാവുന്ന ക്ലിപ്പിൽ തന്നെ തിരുമറി നടത്തുന്ന സ്വഭാവം ഒരിക്കലും ഭൂഷണമല്ല സഹോദരങ്ങളെ. സത്യമായി പറയാനുള്ള ആണത്വം ഉള്ള തന്റെ ഇടമുണ്ടാകണം സഹോദരങ്ങളെ. അതാണ് ആദ്യം ആർജിച്ചെടുക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്ക്, അടുത്ത ഒരു തന്ത്രം മുജാഹിദ് പണ്ഡിതനെ കുറിച്ച് അടുത്തൊരു തന്ത്രം എന്താണ്? മൂസാ നബിയെ മൂസക്ക എന്ന് വിളിച്ചു, മൂസാ നബിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വൈകാരികമായി സാധാരണക്കാരനെ കയ്യിലെടുത്തുകൊണ്ട്, കണ്ടോ അമ്പിയാക്കളെ ചീത്ത വിളിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച അദ്ദേഹം അതേ പറയുന്നു. കേട്ടോളൂ നിങ്ങൾ, എന്താണ് അതിന്റെ നിജസ്ഥിതി ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരാം. കേട്ടോ നിങ്ങൾ, സുഹൈർ ചുങ്കത്തറയുടെ പേരിൽ അവരിട്ട ക്ലിപ്പ് നിങ്ങൾ നോക്ക്. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ പറയുന്നു, അമ്പിയാക്കൾ പ്രധാനികളല്ലേ, ഉലുൽ അസ്മിൽപ്പെട്ടവർ, ഉലുൽ അസ്മിൽ പ്രധാനിയല്ലേ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബിയെ കുറിച്ച് മുജാഹിദ് പണ്ഡിതൻ മൗലവി സുഹൈർ ചുങ്കത്തറ പറയാ, മൂസാക്ക, ഒരു നബിയെ വിളിക്കുന്ന ശൈലി കേൾക്കും നിങ്ങൾ. നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസാ നബിയല്ല, മൂസാക്ക, മൂസ സാഹിബ്. മൂസ നബിയല്ല, മൂസാക്ക, വേണമെങ്കിൽ മൂസ സാഹിബ്. ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ പോലും വിഷമുണ്ട്, പ്രയാസമുണ്ട്. ദുഃഖം കടിച്ചു പിടിച്ചാണ് നമ്മൾക്ക് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? എന്താണ് പറഞ്ഞു വാക്കുന്നത്? മൂസാ നബിയല്ല, മൂസാക്ക. ആരെയാണ് ഈ പറയുന്നത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്പമെങ്കിലും അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സ്വാലിഹീങ്ങളോട് സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് മൂസക്ക എന്ന് തെറ്റിദ്ധരിപ്പിച്ചു പറഞ്ഞു എന്നാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഈ പണ്ഡിതന്, ഈ മുസ്ലിയാർക്ക് ഈ ക്ലിപ്പ് എവിടുന്നാ കിട്ടിയെന്നറിയോ നിങ്ങള്? ഈ ക്ലിപ്പ് എവിടുന്നാ കിട്ടിയത്? എല്ലാ ക്ലിപ്പിലും തിരുമറി നടത്തുന്ന സാക്ഷാൽ അലവി സഖാഫിയുടെ കയ്യിൽ നിന്ന്. കേട്ടു നോക്കൂ, അദ്ദേഹമാണ് ഈ ക്ലിപ്പിന്റെ പ്രചാരകൻ. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ക്ലിപ്പ് നിങ്ങൾ നോക്കൂ. മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ അയാൾ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ? മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസാക്കയാണ്, മൂസാ നബിയല്ല. നോക്കണം നിങ്ങൾ, ഇവര് പുത്തൻവാദികൾ നബിയെ അപമാനിക്കുന്നു എന്നാ വലിയ നേതാവ് പറഞ്ഞത്. ആരാ അപമാനിക്കുന്നത്? കേട്ടോളൂ. മൂസാ നബിയെ കുറിച്ച് ഇയാൾ തന്നെ പറയുന്നു, സുഹൈർ ചുങ്കത്തറ. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ സാഹിബ്, മൂസാക്ക, മൂസ സാഹിബ്.
നബിയല്ല, മൂസാ നബി. മൂസക്ക കണ്ടോ, മൂസ സാഹിബ് എന്ന് പിന്നെ സുഹൈർ ചുങ്കത്തറ പറഞ്ഞു എന്നാ ഇപ്പൊ രണ്ടു കൂട്ടരും അവകാശപ്പെട്ടത്. രണ്ടു കൂട്ടരും പറയുന്നതാണ്. പക്ഷേ ഇവിടെ പ്രസംഗിച്ച ആള് താൻ എന്താണ് ചെയ്തതെന്ന് അറിയാതെ ചെയ്തു പോയതാ. കാരണം അലവി സഖാഫി നടത്തിയ ക്ലിപ്പിങ്ങിലെ തിരിമറി പോലും കക്കുംപടി സാഹിബ് പറഞ്ഞില്ല. നിങ്ങൾ നോക്ക്, അലവി സഖാഫി തന്നെ തങ്ങൾ തിരിമറി നടത്തുന്നവരാണെന്ന് പ്രഖ്യാപിക്കുന്നു. അലവി സഖാഫി പറഞ്ഞു നോക്ക്, നിങ്ങൾ കുറെ കാലമായി LCD പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോ ആ പരിപാടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറെ കാലമായി LCD പ്രോഗ്രാം എന്നും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോ ആ പരിപാടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട അലവി സഖാഫിയെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്രയും അധികം ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. നിങ്ങൾ LCD കട്ടിങ് വരുമ്പോ ക്ലിപ്പിംഗ് മുറിക്കുമ്പോ ഇത്രയും ദാരുണമായ ഒരു മുറിവ്, ഇത്രയും ദാരുണമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ കക്കുംപടി സാഹിബ് ഉണ്ടോ ഇതറിയണ്, മൂപ്പരും എടുത്തിട്ട് ആ ക്ലിപ്പ് കണ്ടോ, മൂസാ നബിയെ മൂസക്കാന്ന് വിളിച്ചു എന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അതിന്റെ ഒറിജിനൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സുഹൈർ ചുങ്കത്തറ മൗലവി സാഹിബ് അവർകൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മൂസക്ക എന്നും മൂസ സാഹിബ് എന്നും അദ്ദേഹം പറഞ്ഞ സന്ദർഭം, പ്രവാചകനാകും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്, അതേ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്വാരത്ത് വെച്ച് അള്ളാഹു ഈ ദൗത്യമേൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന വാചകമാണ് സുഹൈർ ചുങ്കത്തറ. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ സുഹൈർ ചുങ്കത്തറയുടെ മുഴുവൻ ക്ലിപ്പും. അതെ, ആ ഇവർ കട്ട് ചെയ്ത ക്ലിപ്പ്, ഇവർ കട്ട് ചെയ്ത ദാരുണമായി കട്ട് ചെയ്ത ആ ക്ലിപ്പ് നിങ്ങൾ വിശദീകരിച്ചൊന്ന് കണ്ടു നോക്കൂ സഹോദരങ്ങളെ. പ്രവാചകന്മാര് ആ വിഷയത്തിൽ തകരാറ് വരുമ്പോൾ അള്ളാഹു അയച്ച ആളുകളാണ്. പ്രവാചകന്മാർ സ്വയം വന്നല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചതല്ല. അവരിങ്ങനെ ജീവിക്കുന്നു. അള്ളാഹു പെട്ടെന്നൊരു ഓർഡർ, അങ്ങോട്ട് വാ, ഇഖ്റ, പേടിച്ചുപോയി. അറിയില്ല, പ്രവാചകൻ ഇങ്ങനത്തെ സംഭവം അറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് 8 കൊല്ലം അവിടെ കൂലിപ്പണിയെടുത്ത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിൽപ്പെട്ട കള്ളന്മാർ സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കും. അതങ്ങനെയല്ല, അങ്ങോട്ട് കൊടുത്ത് 8 കൊല്ലം കൂലിപ്പണിയെടുത്ത്. അങ്ങനെ കുഞ്ഞുകുട്ടികളുമായിട്ട് മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുമ്പോൾ രാത്രിയായി, വെളിച്ചമില്ല. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചം. فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. ഇതാ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കി, ഞാൻ ആ വെളിച്ചം ലേശം എടുത്തുകൊണ്ട് വരാം, നമുക്ക് നടക്കാൻ വഴിക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ് നബിയല്ല. അങ്ങനെ ഒരു ഇസ്ലാം മതമെന്നോ നബിയെന്നോ നുബുവത്തെന്നോ അള്ളയെന്നോ ഒന്നും അറിയില്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹെന്നറിയില്ല. മൂസാക്കയ്ക്ക് ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോകാൻ വെളിച്ചം വേണം. പക്ഷെ ചെന്നപ്പോൾ കിട്ടിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ദുനിയാവിൽ നടന്നു പോകാനുള്ള വെളിച്ചമല്ല, പിന്നെയോ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനും നാട്ടിലെ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തി, നരകത്തിന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുവാനുമുള്ള ഹിദായത്താകുന്ന വെളിച്ചമാണ്. ഫലമ്മാ അതാഹ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. കണ്ടോ സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ടാണ് സുഹൈർ ചുങ്കത്തറ സാഹിബ് പറഞ്ഞത് ആ വിഷയം. പ്രവാചകനാകുന്നതിന് മുമ്പുള്ള അവസ്ഥ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ രണ്ടിനെയും വേർതിരിച്ച് കൃത്യമായി വിശദീകരിക്കുകയാണ് അദ്ദേഹം. വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ക്ലിപ്പിനെയാണ് മുറിച്ച് മാറ്റി അവസാനം അള്ളാഹുവിന്റെ പ്രവാചകനെ ഇകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് മുറിച്ചെടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ തന്നെ ഞാൻ വിശദീകരിക്കുന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു വിഷയം നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വലിയ ഒരു ആരോപണമായി മറ്റൊന്ന് പറഞ്ഞത് അവർ സലഫി ഫെസ്റ്റ് നടത്തിയവരാണെന്നാ. മുജാഹിദുകൾ നടത്തിയിട്ടില്ല. മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്, മുജാഹിദുകൾ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയുമല്ലോ, മാലിക് ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സ് ആ സംഘം നടത്തിയ പ്രവർത്തനം ഇവിടെ ഇതാ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ സ്കൂളിൽ നടത്തിയ പരിപാടി അതൊന്നിട്ട് നോക്കൂ നിങ്ങൾ.
പഠിച്ചോളാം. ആയി തൊപ്പിട്ട മൗലിയരും വന്നു. ആണ് പെണ്ണിന്റെ വേഷം കെട്ടി. അവർ സ്കൂളിൽ നടത്തിയ പരിപാടി രണ്ടും വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. മുജാഹിദികളെ കുറിച്ച് വലിയ ആക്ഷേപം, അവർ ജാറത്തിൽ നടക്കുന്ന വിഷയങ്ങളെ എതിർക്കുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ജാറത്തിൽ നടക്കുന്ന സംഭവത്തെ എതിർക്കുന്നു എന്ന് അതും കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്താണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ സഹോദരങ്ങളെ. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ മുന്നിലാണ് ഈ ബാൻഡ് മേളം നടന്നത്, പള്ളിയുടെ മുന്നിലാണ് ഈ കോമരം തുള്ളൽ നടന്നത്. അകത്ത് പള്ളിയിൽ ഉസ്താദ് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കള്ള് കുടിച്ച് മതോന്മത്തനായ ആളുകൾ പോലും പള്ളിയുടെ വരാന്തയിലൂടെ പിടിച്ചുകൊണ്ടുപോകുന്ന ദാരുണമായ അവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥലത്തല്ലല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളിലല്ല, മറിച്ചിതാ ഇവിടെ പ്രസംഗിച്ച ആളുകൾ തന്നെ പറയുന്ന അവരുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാണുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ ദാരുണമായ എത്ര അവസ്ഥ ഈ സമുദായത്തിന് പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതതത്വങ്ങളിൽ നിന്ന് മാറി പുതിയ പുതിയ ആശയങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തു. കണ്ടോ, മിമ്പറിൽ നിന്ന് ഇമാം പറയുന്നു, പക്ഷെ അത് കേൾക്കാൻ ആളില്ല. അത് കേൾക്കുന്ന ആളുകൾ പോലും പുറത്തു നടക്കുന്ന പേക്കൂത്ത് എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്ന ആളുകളാണ്. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 500-ൽ പരം ഖുതുബകൾ നടത്തി. നബി തങ്ങൾ 500-ൽ പരം ഖുതുബകൾ അവിടുന്ന് നടത്തി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, ഈ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ഈ സമുദായത്തിന് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ മിമ്പറിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 500-ൽ പരം ഖുതുബകൾ നടത്തി. എല്ലാ ഖുതുബയിലും പ്രധാനത്തോടുകൂടി നബി തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി തങ്ങൾ പറയുകയാണ്, 500ഓളം ഖുതുബകളിൽ, ഒരു ഖുതുബയിലല്ല, 2 ഖുതുബയിലല്ല, 500ഓളം ഖുതുബകൾ നബി തങ്ങൾ പറയുകയാണ്. ഈ കാര്യം നിങ്ങൾ അറിയണം, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ കലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ചര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായത് പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങളാണ്. പുതുനിർമ്മിതങ്ങൾ മുഴുവനും അനാചാരങ്ങളാണ്. അനാചാരങ്ങൾ മുഴുവനും നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നടത്തിയ 500ഓളം ഖുതുബകളിൽ അതിഖണ്ഡിതമായി നബി തങ്ങൾ പറഞ്ഞു. അവിടുത്തെ പ്രസംഗത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? പ്രവാചകൻ ഖുതുബ തുടങ്ങിയാൽ ഇഹ്മറത്ത് ഐനാഹ്, നബി തങ്ങളുടെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. വഅലാ സൗതു, നബി തങ്ങളുടെ ശബ്ദമുയരുമായിരുന്നു. കഅന്നഹു മുൻദിറു ജൈശിൻ, ഒരു സംഘത്തിന്, ഒരു സൈന്യത്തിന് താക്കീത് കൊടുക്കുന്ന, മുന്നറിയിപ്പ് കൊടുക്കുന്ന കമാൻഡറെ പോലെ, ക്യാപ്റ്റനെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ഈ സമുദായത്തിന് കിട്ടേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയുണ്ടോ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അതൊക്കെ കൃത്യമായി സമുദായത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. നരകത്തിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സൂക്ഷിക്കണമേ സമുദായമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നിർദ്ദേശം കൊടുത്തു അവിടുത്തെ ഖുതുബയിലൂടെ. നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ, അതേ സമയത്ത് ഇന്ന് നടക്കുന്ന ഖുതുബകളിൽ ഈ സമുദായത്തിന് എന്താണ് മനസ്സിലായത് നിങ്ങൾക്കറിയുമോ? പ്രവാചകന്റെ പള്ളിയിലേക്ക് നബി തങ്ങൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ പ്രവാചകന്റെ പള്ളിയിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. സുലൈഖ് ബിൻ ഖത്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് കടന്നു വരുന്നത്. ആ സഹാബി കടന്നു വന്ന ഉടനെ അവിടെ ഇരുന്നു ഖുതുബ കേൾക്കുന്നിടത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബാണ്, ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, യാ സുലൈഖ് അസല്ലൈത, യാ സുലൈഖ് അസല്ലൈത, ഓ സുലൈഖേ നീ നിസ്കരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഖുതുബയിൽ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ ഖുതുബ കിടക്കാ വിഷയം നിർത്തിയിട്ട് തന്റെ സഹോദരനോട് ചോദിക്കുന്നു, അസല്ലൈത, നിസ്കരിച്ചോ സുലൈഖേ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല. ഖും ഫർകഅ റകഅതൈൻ വതജബ്ബസ് ഫീഹിമാ, എഴുന്നേൽക്കൂ സുലൈഖ്, 2 റകഅത്ത് നിസ്കരിക്കൂ, എന്നിട്ട് അത് ചുരുക്കി നിസ്കരിക്കണം കേട്ടോ. ഖുതുബയുടെ ഹാലത്തിൽ പോലും തന്റെ സഹോദരന്, തന്റെ അനുയായിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ സഹോദരങ്ങളെ, കണ്ടോ, ഈ കാലഘട്ടത്തിൽ ഖുതുബ നടത്തുന്ന സമയത്ത് പള്ളിയിലേക്ക് കടന്നു വരുന്ന മൂസയ്ക്ക്, പള്ളിയിലേക്ക് കടന്നു വരുന്ന അഹ്മദിന്, പള്ളിയിലേക്ക് കടന്നു വരുന്ന അബൂബക്കറിന് അങ്ങനെ നിസ്കരിക്കാതെ ഇരിക്കുമ്പോൾ ഏത് പള്ളിയിലെ ഖതീബാണ്? ഓ അഹ്മദേ, ഓ അബൂബക്കറേ, ഓ ജലാൽ, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിച്ച ഇമാമിന്റെ പേരെന്ന് പറയാമോ? ഖതീബിന്റെ പേരെന്ന് പറയാമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും മിമ്പറുകളിലൂടെ ഈ സമുദായത്തിന് സമുദ്ധാരണം നൽകാൻ, ഈ സമുദായത്തിന് ദിശാബോധം നൽകാൻ മിമ്പറുകൾ ഉപയോഗപ്പെടുത്തുന്നു മുജാഹിദ് പ്രസ്ഥാനം. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ശരിയേതാണ്, തെറ്റേതാണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. പക്ഷേ 500-ൽ പരം ഖുതുബകൾ കേട്ട സ്വഹാബത്ത് ജീവിതത്തിന്റെ അഖില മേഖലകളിൽ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഇല്ല, എല്ലാം തകർന്നു പോയിരിക്കുന്നു.
കഴിയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയം, ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സമുദായം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഈ സമുദായത്തിലേക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. അതെ, സത്യം എവിടെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ശരി എവിടെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് നൂറുകണക്കിന് ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒട്ടുമിക്ക സംഗതികളും ഈ സമുദായം കൈയൊഴിച്ചു കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? സമുദായത്തിന് വല്ലാത്ത ഒരു മൂല്യച്യുതി സംഭവിച്ചു പോയി എന്നതാണ് വിഷയം. അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കേണ്ടതിന് പകരം, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന് പകരം മറ്റു പലതിന്റെയും പിന്നാലെ മുസ്ലിം സമുദായം നടന്നുപോയി എന്നതാണ് ഏറ്റവും ദാരുണമായ അവസ്ഥ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നിർദ്ദേശമായി കൊടുത്തുകൊണ്ട് വളരെ പ്രാധാന്യത്തോട് പറഞ്ഞൊരു വിഷയമുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ, അല്ലാഹു യഹൂദികളെയും നസ്രാണികളെയും ശപിക്കട്ടെ. അല്ലാഹുവിന്റെ കോപങ്ങൾ അവരുടെ മേൽ പതിക്കട്ടെ. എന്താണ് പ്രശ്നം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അമ്പിയാക്കളുടെ ശ്മശാനങ്ങളുടെ, അമ്പിയാക്കളുടെ മറമാടപ്പെട്ടിരിക്കുന്ന ഖബറുകളുടെ മുകളിൽ അവർ പ്രാർത്ഥനാ മന്ദിരങ്ങൾ കെട്ടിയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ യഹൂദികളുടെയും ക്രൈസ്തവരുടെയും മേലെ അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപ പ്രാർത്ഥനയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ആധുനിക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം, അതേ ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ഹുജറ റബ്ബിൽ ലദഖൽതുമൂഹു എന്ന പ്രവാചകന്റെ വാചകം സത്യസന്ധമായി പുലരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിലുള്ള ഖബറുകളും ജാറങ്ങളും കടന്നു പൊങ്ങുന്നു. ആ സ്ഥലത്ത് പോയി ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി, ആശ്രയത്തിന് വേണ്ടി പോയി അതാ കൈനീട്ടുന്ന ആളുകളെ നമ്മൾ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാരും ക്രൈസ്തവന്മാരെയും അല്ലാഹു ശപിക്കട്ടെ. ക്രൈസ്തവരായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ, അവരുടെ കൂട്ടത്തിലെ നബിയോ ഒരു സ്വാലിഹായ മനുഷ്യനോ മരിച്ചാൽ അവരുടെ ആ ഖബറിന്റെ മുകളിൽ അവർ പ്രാർത്ഥനാഗേഹങ്ങൾ കെട്ടിയുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സമുദായത്തിൽ അന്വർത്ഥമായി പുലർന്നിട്ടില്ല. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ദുര്യോഗമാണ് ഈ സമുദായത്തിനുണ്ടായത്. ഇനി കഴിഞ്ഞില്ല. മുജാഹിദുകൾ പറഞ്ഞ് മുന്നോട്ട് വെച്ച ആശയം, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ, നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടോ, നിങ്ങൾ എത്തിപ്പെടേണ്ടത് അല്ലാഹുവിലേക്കാണ് കൈനീട്ടേണ്ടത്. ഞാനൊരു ചരിത്ര സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 12-ാമത്തെ അധ്യായം. ആ 12-ാമത്തെ അധ്യായത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവമുണ്ട്. അതെ, ഇബ്രാഹിം നബിയുടെ മകനായ, ഇസ്ഹാഖ് നബിയുടെ മകനായ, യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിലുള്ള ഒരു സൂറത്തല്ലേ സൂറത്ത് യൂസുഫ്. അതിലതാ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് 12 മക്കളാണെന്ന് ചരിത്രം പറയുന്നു. അതേ, ആ 12 മക്കളിൽ ഏറ്റവും മഹാനായ യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടം യൂസുഫ് നബിയായിരുന്നു. പക്ഷേ സഹോദരങ്ങൾ കുതന്ത്രത്തിൽപ്പെടുത്തി യൂസുഫ് നബിയെ യാക്കൂബ് നബിയിൽ നിന്ന് അകറ്റുന്നു. തന്റെ മകൻ എവിടാണെന്ന് യാക്കൂബ് നബിക്ക് അറിയുന്നില്ല. ഇതെന്റെ വാചകമല്ല, ഖുർആൻ പറയുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന്റെ നഷ്ടത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് യാക്കൂബ് നബിയുടെ കരഞ്ഞ് കണ്ണുകൾ വെളുത്തുപോയി, കണ്ണങ്ങ് വെളുത്തുപോയി. കഴിഞ്ഞില്ല,
പിന്നീട് കുറെ കാലത്തിന് ശേഷം യൂസുഫ് നബിയുടെ അനിയനായ ബിന്യാമീനെയും യാക്കൂബ് നബിക്ക് നഷ്ടപ്പെടുന്നു. കരയുന്നു, അദ്ദേഹം വേദനപ്പെടുന്നു, സങ്കടപ്പെടുന്നു. പക്ഷേ നിങ്ങൾ അറിയണം സഹോദരങ്ങളെ, ആ വേദനയും സങ്കടവും പ്രയാസവും ഒക്കെ അദ്ദേഹം അർപ്പിച്ചു വെച്ചൊരു ദർബാറുണ്ട്, അദ്ദേഹം ഇറക്കി വെച്ചൊരു ദർബാറുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി, എന്റെ പ്രയാസത്തിന്റെ, എന്റെ വിഷമത്തിന്റെ, എന്റെ സങ്കടത്തിന്റെ മുഴുവൻ ഭാരങ്ങളും ഞാനിതാ ഇറക്കി വെക്കുന്നു. അതേ, ഞാൻ സങ്കടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. അത് ഞാൻ, എനിക്ക് സങ്കടപ്പെടാനും പരാതി പറയാനുമുള്ളത് ആരോടെന്നറിയുമോ? അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. വേറെ ആരോടും എനിക്ക് പങ്കുവെക്കാനില്ല. മഹാനായ യാക്കൂബ് നബി പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക സമുദായത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടപ്പോ മുസ്ലിങ്ങൾ അതാ മാറി ചിന്തിക്കുന്നു. അള്ളാഹുവിനോട് ശികായത്ത് ചെയ്യേണ്ട മുസ്ലിം മാറി ചിന്തിച്ചിട്ടതാ പറയുന്നു, ഇർതകബ്തു അലൽ ഖതാഅ ഗൈറ ഹസ്രി വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൽ നബി. പാപങ്ങൾ വയ്യാതെ ചെയ്തു പോയിട്ടുണ്ട് നബിയേ, വല്ലാതെ തെറ്റും കുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. ഞാനിതാ അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു. ലക അശ്കൂ. ആധുനിക മുസ്ലിങ്ങൾ പറയുന്നു നബിയോട് ശികായത്ത് ബോധ്യപ്പെടുത്തുന്നു എന്ന്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ യാക്കൂബ് നബി പറയുന്നു, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. നോക്കൂ നിങ്ങൾ, അമ്പിയാക്കളുടെ ചര്യയല്ലേ മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ടത്? അമ്പിയാക്കളുടെ ചര്യയാണ്, അമ്പിയാക്കളുടെ മാർഗമാണ്, ആ മാർഗദർശനമാണ് മുസ്ലിമീങ്ങൾ പിൻപറ്റേണ്ടത്. പക്ഷേ മുസ്ലിം സമുദായം എന്തുകൊണ്ടോ മാറി ചിന്തിക്കുന്നു, എന്തുകൊണ്ടോ അവരും തെറ്റിപ്പോകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ. അതെ, അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. അതല്ലേ നമ്മുടെ ആഗ്രഹം. നമ്മൾ ഏത് സംഘടനയിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ഏത് നാട്ടിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മുടെ ആഗ്രഹം മുഅ്മിനായി മരിക്കണം. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് മരിക്കണമെന്നല്ലേ? അതെ, ആ മരണം പിടികൂടുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ആഖിറത്ത് എങ്ങനെയാ, അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ഉച്ചൈശ്വരം പ്രഖ്യാപിക്കുന്ന അനശ്വരമായ ആ മന്ത്രോച്ചാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട സഹോദരങ്ങളെ. മരിക്കാൻ നടക്കുന്ന സമയത്ത്, രക്ഷപ്പെട്ടിട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഓരോ സമയത്തും ചിന്തിക്കണം, ഓരോ സമയത്തും ചിന്തിക്കണം. തഫക്കർതു ഫീ ദംബി വഅസ്ഹർതു മുഖ്ലതി വഹയ്യജ്തു ഹിസാനി വഅസ്ബൽതു ദംഅതി. തഫക്കർതു ഫീ ദംബി, ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ എൻ്റെ തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചു. വഅസ്ഹർതു മുഖ്ലതി വഹയ്യജ്തു ഹിസാനി വഅസ്ബൽതു ദംഅതി. ഞാൻ എൻ്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ ഞാൻ ഇങ്ങനെ കരയുകയാണ്, വല്ലാതെ ഞാൻ എൻ്റെ ദുഃഖം ഇളക്കി പുറപ്പെടുവിച്ചു. എന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കലഖദ്മലാ വഅത്ഫൗ സിറാജി വസ്തഖഫു ബിഹുർമതി
ഫമല്ലി, എനിക്ക് ആരാണുള്ളത്? ഇദാ ഗുമ്മിൽതു, എന്റെ കണ്ണങ്ങ് കൊട്ടിയടക്കപ്പെടുന്ന സമയത്ത്, എന്റെ കണ്ണ് തിരുമിയടക്കപ്പെടുന്ന സമയത്ത്, ഔ ഖീല ഖദ് മളാ, കാര്യം കഴിഞ്ഞു പോയി, അതേ ആ സഹോദരൻ മരിച്ചുപോയി, അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നിങ്ങനെ പറയപ്പെടുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ ചൂടങ്ങ് തണുത്തുപോയി, അങ്ങനെ എന്റെ ഹുർമത്തും നശിച്ചു പോകുന്ന, മരണപ്പെട്ട് കിടക്കുന്ന ഒരു ഘട്ടം എനിക്ക് വരാനുണ്ടല്ലോ. ഞാനങ്ങ് ചിന്തിച്ചു നോക്കുകയാണ്. അതെ, എന്റെ താടി പിടിച്ച് മേളോട്ട് ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടുന്ന ഒരു ഘട്ടമുണ്ട് സഹോദരങ്ങളെ. എല്ലാ ചോരത്തിളപ്പും നിന്നു പോകുന്ന ഘട്ടം, എല്ലാ അഹങ്കാരങ്ങളും നഷ്ടപ്പെടുന്ന ഘട്ടം, എല്ലാ ചൂടും നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടം, മരണമെന്ന പ്രതിഭാസം അങ്ങ് പിടിപെടുമ്പോ എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന ഒരു ഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. ഞാനിട്ട എന്റെ വസ്ത്രം അങ്ങ് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ തുണിയിൽ എന്നെ പൊതിഞ്ഞു കിടത്തുന്ന ഘട്ടമുണ്ടാകുമ്പോ, എന്റെ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഘട്ടമുണ്ടാകുമ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക കഴിഞ്ഞില്ല. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി, എന്റെ ആളുകൾ എന്റെ പിന്നാലെ അതാ എന്റെ മയ്യത്തിൽ കട്ടിൽ എന്നെ കിടത്തിയിട്ട് എന്നെയും കൊണ്ടങ്ങ് പോകുമ്പോ എന്റെ പിന്നാലെ അതാ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, എന്റെ പിന്നാലെ എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ ബന്ധുമിത്രാദികള് എല്ലാവരും നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. എന്റെ കട്ടിലിന്റെ പിന്നാലെ ഓടുന്നു. ആ കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഉമ്മയുണ്ട്, എന്റെ ശഖീഖ് സഹോദരങ്ങളുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്. അവരെല്ലാവരും വിളിക്കുന്നു. ആരെയാണ്? എന്നെയാണ് അവർ വിളിക്കുന്നത്. ഉപ്പാ, പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട ഭർത്താവേ എന്നിങ്ങനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും എന്റെ മയ്യത്ത് കട്ടിലിന്റെ പിന്നാലെ വരുമ്പോ എന്താണ് പടച്ചവനെ ഞാൻ ചെയ്യുക എന്ന് കരഞ്ഞുകൊണ്ട് ചിന്തിക്കേണ്ട ഘട്ടമല്ലേ സഹോദരങ്ങളെ? ഓരോ സമയത്തും മരണമെന്ന പ്രതിഭാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ, മരണമെന്ന പ്രതിഭാസം നമ്മളിലേക്ക് കടന്നു വന്ന് അങ്ങനെ നമ്മളെ സമ്പൂർണമായും കീഴ്പ്പെടുത്തുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ കൈകാലിട്ടടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിച്ചാൽ നന്നായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. ആഖിറത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് അതേ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ദീന്, ആ ദീന് ശക്തമായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിന്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിതം നയിക്കാനും നമുക്ക് ആവണ്ടേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ